ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് 2 ദിവസമായ വീഡിയോയാ. കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ അച്ചാറിടാനായിട്ടുള്ള നാരങ്ങ, മാങ്ങ ഇതൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയൊക്കെ വിനാഗിരി, നല്ലെണ്ണ, കായം ഒക്കെ വാങ്ങിക്കാൻ പോകണം. എല്ലാം തീർന്നിരിക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇതൊന്നും കിട്ടത്തുമില്ല. ഞങ്ങൾ ചന്തയിൽ പോയിട്ട് വിനാഗിരിയും നല്ലെണ്ണയും കേക്കിൻ്റെ കടയുടെ ഇപ്പുറത്തൊരു കടയിലുണ്ടായിരുന്നു. ഇവിടെ സാധാരണ ഈ കടുകെണ്ണയാണ് ഇവിടെയൊക്കെ അവരതാ ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ലെണ്ണയൊന്നും ഇവിടെ റിലയൻസിൽ അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കേക്കിൻ്റെ കടയുടെ ഇപ്പുറത്ത്, കേക്കിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന കടയുടെ ഇപ്പുറത്ത് നല്ലെണ്ണയും വിനാഗിരിയും കിട്ടി. പക്ഷേ ഭയങ്കര വിലയും. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി. ഇപ്പോൾ നമ്മൾ അച്ചാറിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കിട്ടിയാലല്ലേ നമുക്ക് ലാഭമുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി ഇപ്രാവശ്യം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിനാഗിരിയിലും നല്ലെണ്ണയിലും ഇതുവരെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ തീർന്നുപോയി. അപ്പം ഇപ്രാവശ്യം ഈ ഭയങ്കര വില കൊടുത്ത് നല്ലെണ്ണയും വിനാഗിരിയൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഇച്ചിരി നഷ്ടമാണ് അച്ചാർ കൊടുക്കുമ്പം. നമുക്ക് വില കുറച്ച് സാധനം കിട്ടിയില്ലേ പാടാ. അതുകൊണ്ട് ഞങ്ങളുടെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയും മംഗലാപുരത്ത്, ഞാൻ ഇന്നാളും കാണിച്ചിട്ടില്ലേ. എൻ്റെ പൊന്നോ, ഏറ്റവും എല്ലാം നമുക്ക് ഇങ്ങനെ ചിലർ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ആ ഒരു കുഞ്ഞ് പാക്കറ്റിന് 60 രൂപ. ചിലർ നമുക്കെല്ലാം നല്ല പേശിയൊക്കെ മേടിക്കാൻ തരും. പക്ഷേ ഈ വെളുത്തുള്ളിക്കാരനോട് കെഞ്ചി അവിടെ നിന്നിട്ട് 5 പൈസ കുറച്ചില്ല കേട്ടോ. അതിച്ചിരി മുഴുത്ത വെളുത്തുള്ളിയായിരുന്നു. പൊളിക്കാൻ എളുപ്പമാണെന്നേ ഉള്ളൂ. ടേസ്റ്റ് ചെറിയ വെളുത്തുള്ളിക്ക് തന്നെയാണ്. പിന്നെ എല്ലാം മേടിച്ച് ഞങ്ങൾ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലും ഒക്കെ കയറി. ഇതാ കട. എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ തിരിച്ചു പോന്നു. ഞാനും ആരണം ഇതാ തിരിച്ചു പോരുക. ഓക്കേ.